ഉല്ലാസ് ബാബു, ഏത് രീതിയിലാണ് PV അൻവറിന്റെ ഇന്നത്തെ ശരീരഭാഷയും ഒപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളെയും താങ്കൾ വിലയിരുത്തുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കീഴടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ കീഴടങ്ങിയ ഒരു സ്വരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, അന്വേഷണം വഴിതെറ്റിയാൽ ഇടപെടും എന്ന് തന്നെയാണ്. ഭയപ്പാട് വേണ്ട, ജാഗ്രത മതി എന്ന് അദ്ദേഹം പറഞ്ഞോ? മുഖ്യമന്ത്രിയുടെ ഭാഷ തന്നെ കടമെടുത്താൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയെ ആദ്യം ശിവശങ്കരനുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം ഉദ്യോഗസ്ഥനെ പരിപൂർണമായി വിശ്വസിച്ചു, ഉദ്യോഗസ്ഥർ ചതിച്ചു. രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പറഞ്ഞു ഉദ്യോഗസ്ഥർ ചതിച്ചു. ഇപ്പോ ദേ പറയാൻ പോകുന്നു മറ്റ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചതിച്ചു. ഉദ്യോഗസ്ഥർക്ക് ചതിക്കാൻ മാത്രം നിന്നു കൊടുക്കുന്ന ഹതഭാഗ്യനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അധപതിച്ചുവെങ്കിൽ അറിവില്ലായ്മയുടെയും വിവരമില്ലായ്മയുടെയും കാഴ്ചപ്പാടില്ലായ്മയുടെയും പ്രതിരൂപമായിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം മാന്യമായ പണി അവസാനിപ്പിച്ച് പണി അറിയുന്ന മിടുക്കന്മാർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു MLA എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ട് ഭരണകക്ഷിയുടെ MLA ആണ് ആരോപണം ഉന്നയിച്ചത്. ഭരണകക്ഷിക്ക് അങ്ങനെയാണെങ്കിൽ വിജിലൻസിൽ പരാതി കൊടുക്കാനോ ആഭ്യന്തര വകുപ്പിലെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനോ സാധിക്കുമായിരുന്നില്ലേ എന്ന് അവരുടെ ചോദ്യമുണ്ട്. ആ MLA പരസ്യമായി പ്രതികരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ കേരള സമക്ഷത്തിനകത്തും ചർച്ചാ വിഷയമാക്കിയിട്ട് ഇപ്പൊ പുലി പോലെ വന്നിട്ട് എലി പോലെ വന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഇടപെടും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രിയുടെ റൂമിൽ നിന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അതിൽ വെള്ളം ചൊറക്കുന്ന ഒരു പരിപാടി ഉണ്ട് എങ്കിൽ പൊതുസമൂഹം അതിന് ഒരു യാതൊരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല. കേരള മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തര വകുപ്പിൽ കൃത്യമായിട്ടുള്ള ഈ വക അനാവശ്യ വിഷയങ്ങൾ നടക്കില്ല. ക്രൂരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരള സമൂഹത്തെ ഭാരതത്തിനെതിരെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ADGP നേതൃത്വം കൊടുത്തു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അതിന് അനുസരിച്ചുള്ള ശബ്ദശകലങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വിടുന്നു. സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢസംഘം ഈ കേരളത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും അത് തെരുവിൽ നേരിടേണ്ടി വരികയാണെങ്കിൽ തെരുവിൽ നേരിടും, രാഷ്ട്രീയപരമായിട്ട് നേരിടേണ്ടിടത്ത് രാഷ്ട്രീയപരമായിട്ട് നേരിടും, അന്വേഷണ ശൈലിയിൽ നേരിടേണ്ടിടത്ത് അന്വേഷണ ശൈലിയിൽ നേരിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. മുഖ്യമന്ത്രി പരിപൂർണമായിട്ട് ഈ പണി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട സമയം അതിക്രമിച്ചു. ഉല്ലാസ് ബാബു, പൂർണ്ണമായും കീഴടങ്ങിയ ഒരു PV അൻവറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് വെറും വാക്ക് തന്നെയാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം ഇനി ശബ്ദിക്കില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും PV അൻവറിനെതിരെയും തീർത്തിരിക്കുന്നത് അല്ലേ? അത് ഇന്നലെ LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ അറിയാലോ. എന്താണ്? LDF സർക്കാരിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, എന്തു വന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകും. അൻവർ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ. അങ്ങനെയാണോ CPM-ന്റെ ശൈലി പതിവുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 98 MLA-മാർ സർക്കാരിന് പിന്തുണ കൊടുക്കുന്നതിൽ MLA ആണ് അൻവർ. അൻവർ പറഞ്ഞു ഞാനോ നിങ്ങളോ ആണ് ഈ വിഷയം പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ? പോലീസ് ഉദ്യോഗസ്ഥർ വട്ടമിട്ട് പറക്കി നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് അന്വേഷിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ഇവർ അൻവറിന് എതിരെ നടപടിയെടുക്കണ്ടേ? അൻവറിനെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ? സ്വാഭാവികമായിട്ട് അൻവർ പറഞ്ഞ കാര്യം ഈ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. 100% ഈ പൊതുസമൂഹം അത് ചർച്ച ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് കൃത്യമായി തന്നെ BJP അതിലിടപെടും. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ADGP അജിത് കുമാറിനെ അല്ലല്ലോ കേരള ജനത ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചത്, മുഖ്യമന്ത്രിയല്ലേ. പിണറായി വിജയനല്ലേ MLA ആയിട്ട് ജയിച്ചത്, അതിനുശേഷമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായത്, അതിനുശേഷമല്ല അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ കീഴിൽ മൂക്കിന് താഴത്ത് നടക്കുന്ന പ്രവർത്തികളിൽ ADGP അജിത് കുമാറും ശശിയും അടങ്ങുന്ന വലിയൊരു സംഘം, ഒപ്പം തന്നെ സുജിത് ദാസ് അടക്കുന്ന സംഘം, അവരെ മാറ്റി നിർത്തി ഒരു 4 വരി കടലാസിൽ എഴുതി മാറ്റി നിർത്തി അന്വേഷണം നേരിടട്ടെ എന്ന് പറയാനുള്ള പ്രാപ്തിയും ചങ്കുറപ്പും പോലും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം ഭയക്കുന്നു ഇവരെ എന്നുള്ളത് വ്യക്തമാണ്. ആ ഭയക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ ക്രിമിനൽ പരിപാടികൾ മുഴുവൻ നടന്നത് എന്നുള്ളതിലെ യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അതിനകത്ത് മറുപടി പറയണം. ആ പണി നിർത്തി വീട്ടിലിരിക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ കാഴ്ചപ്പാടും BJPയുടെ ആവശ്യവും. അദ്ദേഹം രാജിവെക്കണം.